ചൂടാവണ്ട. വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. കുറച്ച് വിവരങ്ങളൂടെ കിട്ടാനുണ്ട്, കുറച്ച് വിഷ്വൽസും കിട്ടാനുണ്ട്. പ്രാഥമികമായി ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ചാനലുകളും ഇപ്പോൾ വരുന്ന വാർത്തകളും ഒന്നും അല്ല. അതിനപ്പുറം മറ്റു ചിലതാണ് സത്യങ്ങളെന്ന് അറിയാവുന്നത് കൊണ്ട് ആ വാർത്തകൾ പ്രചരിക്കുന്നതിന്റെ കൂടെ ഇതും കൂടെ അങ്ങോട്ട് വിടാമെന്നാണ്. ആ തെളിവുകൾ എൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് പേരും ഊരുമൊക്കെ ഞാനൊന്ന് മറയ്ക്കും. പക്ഷെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് സംഭവം എന്നുള്ളത്. ഓക്കെ, നമുക്ക് തുടരാം. ഒരു യുവാവ് ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഫേസ്ബുക്കിൽ ലൈവും ചെയ്ത് സകല കുറ്റങ്ങളും ഭാര്യയുടെ മണ്ടയിൽ കൊണ്ടുവന്നിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. എന്നാൽ എൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന രീതിയിലുള്ള വാർത്തകളല്ല അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് വലിയ നിയമ പരിരക്ഷയുണ്ട്. എന്ത് തോന്നിയാസം കാണിച്ചാലും ആരുടെ കൂടെ പോയി കഴിഞ്ഞാലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആരെയും പൂട്ടാനുള്ള നിയമ പരിരക്ഷ അവൾക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ തിണ്ടുമെടുക്കിൽ ആരെയും എന്തും അവൾ കാണിക്കുന്നുമുണ്ട്. ഞാനൊരു സ്ത്രീ വിരോധിയായിട്ട് സംസാരിക്കുന്നതല്ല, ചിലരുടെ കാര്യമാണ് പറയുന്നത്, ചില സന്ദർഭത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അത്തരത്തിലൊരു സംഭവം ഇവിടെയും ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ സംഭാഷണത്തിൽ അത്തരം ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ പൊങ്കാലായിട്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി എന്താണ് ഞാൻ പറഞ്ഞത് ശരിയെന്നുള്ളത്. ഈ മാധ്യമങ്ങളെല്ലാം ഒരുത്തി കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരുത്തിയെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ക്രൂരമായ കൊലപാതകം, അതങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പെരുപ്പിച്ചങ്ങോട്ട് നിൽക്കും. എങ്ങനെ തോന്നി അവന് കൊല്ലാൻ, ഒരു ക്രൂരനായ മനുഷ്യൻ എന്നൊക്കെ ഇങ്ങനെ പറയും. അവൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നെന്നാ പറയുന്നേ? മുമ്പ് ഒരുത്തിയെ കാറിലിട്ട് ചുട്ടുകൊന്നു. കൊല്ലപ്പെട്ടവരുടെ മാതാവ് തന്നെ പറയുന്നുണ്ട് അവൾക്കത് വേണം, അവൻ എൻ്റെ മരുമോൻ, അവൻ പാവമായിരുന്നു, അവൻ ഒരുപാട് ക്ഷമിച്ചു സഹിച്ചു എന്ന്. ഇതുപോലെ തന്നെയാണ് ചില അവസ്ഥകൾ. നമ്മൾ പുറത്ത് കേൾക്കുന്നൊന്നല്ല. ഈ പറഞ്ഞ സംഭവത്തിൽ ഒരുപാട് മധ്യസ്ഥ പ്രവൃത്തികൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പല ചർച്ചകളും പലതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്, പലരും നടത്തിയിട്ടുണ്ട്. അവർ ചിലരുമായിട്ടൊക്കെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിഷ്വലൊന്നും അല്ല, മറ്റു ചില വിഷ്വൽസ് കൂടി ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇയാള് ആ പെണ്ണിനെ കൊല്ലാൻ തക്ക കാരണമായിട്ടുള്ള കുറെ വിഷ്വൽസ് കൂടി പുറത്തു വിട്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷമാണ് അയാൾ പോലീസിന് കീഴടങ്ങിയത്. വെറുതെ അല്ല. പക്ഷെ അയാൾ കുറച്ച് മാന്യനായതുകൊണ്ട് അതൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല. പിന്നെ ഞെട്ടിക്കുന്ന കൊലപാതകം എന്നാണല്ലോ ചാനലുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കൊലപാതകം തന്നെ സമ്മതിച്ചു. പക്ഷെ ഞെട്ടിക്കുന്ന ഒരു ആത്മഹത്യ ഈ കൊല്ലപ്പെട്ട പെണ്ണ് കാരണം നടന്നിട്ടുണ്ട്. ഇത് ഇവർ ചർച്ചയാക്കിയൊന്നില്ലെന്ന് എനിക്കറിയില്ല. പല കുടുംബങ്ങൾ കലക്കണ്, പലരുടെ ജീവിതങ്ങൾ തകർക്കുന്നു, അതിൽ തന്നെ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു എന്താ പറയാ, കുറെ നല്ല നടപ്പ് നടത്തുന്നവരെയൊക്കെ ഭൂമിക്ക് മുകളിൽ ഭാരം തന്നെയാണ്. ഈ കേസിൽ ഈ ഭർത്താവ് ഭാര്യയെ കൊന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിച്ചേനെ? പീഡന കേസിൽ അവൻ അകത്ത് കിടന്നനെ, കാലാകാലം അകത്ത് കിടന്നനെ. ഓള് സുഖമായിട്ട് ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് സകല കുടുംബം കലക്കി, ആ കുടുംബം കലക്കി ഇതെല്ലാം ചെയ്തിട്ട് ഓള് ലാവിഷായിട്ട് നടന്നേനെ ഇല്ലേ? എനിക്കതിന് കൂട്ടുവെക്കാൻ പറ്റൂല. കൊലപാതകം തെറ്റ് തന്നെയാണ്, നിയമം ആരും കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിയമം കയ്യിലെടുക്കാതെ തന്നെ നീതി എല്ലാവർക്കും കിട്ടുന്ന രീതിയിലൊരു സംവിധാനം ഇല്ലെങ്കിൽ, ഇനിയെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കും. ഒരു പുരുഷാവകാശ കമ്മീഷൻ കൊണ്ടുവരാൻ വന്നു. പുരുഷന് അവന്റെ സങ്കടം ചെന്ന് പറയാനുള്ള ഒരു കമ്മീഷൻ. അതിന് പോലും ഇവിടുത്തെ പ്രതിപക്ഷം വി ഡി സതീശനടക്കമുള്ളവർ സമ്മതിക്കാതിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ 40 വട്ടം കുറ്റം പറയുന്നവരാണ് നമ്മൾ. പക്ഷെ അദ്ദേഹം ഇതിനെ തയ്യാറാണ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. പ്രതിപക്ഷം കൊണ്ടും സഹകരിക്കണ്ടേ? ഇവിടെ ആണിന് പറയാൻ ഒരു സ്ഥലമില്ല. കേസ് വന്നാലും പോലീസുകാർ നിസ്സഹായരാണ്. കാര്യം അവർ പറയുന്നത് നീതി നിയമമൊക്കെ അവർക്ക് പെണ്ണുങ്ങൾക്ക് അനുകൂല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജോലി പോകും, ഞങ്ങൾക്കും ഇല്ലേ കുട്ടികളും കുടുംബമൊക്കെ, ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് അവർ പറയാണ്. അപ്പൊ പിന്നെ കുടുങ്ങിയ ചെറുപ്പക്കാർ അവർ കൈയും മടവാളും വെട്ടുകത്തിയൊക്കെ എടുക്കും. അത് എടുപ്പിക്കുന്ന ഇവിടുത്തെ നിയമ സംവിധാനമാണ്. മാറണം. ഒരു കള്ളക്കേസ് കൊടുത്താൽ, ഒരു കള്ള പോക്സോ കേസ് കൊടുത്താൽ, ഒരു കള്ളപ്പീഡന കേസ് കൊടുത്താൽ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കള്ളക്കേസാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് കൊടുക്കുന്നവർക്ക് ആ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ എത്ര ശിക്ഷ വരുമോ ആ ശിക്ഷ ഈ കള്ളക്കേസ് കൊടുത്തവർക്ക് കിട്ടുന്ന രീതിയിൽ നിയമം ഒന്ന് പരിഷ്കരിക്കണം. എന്നാൽ തീരും ഈ വിഷയങ്ങളെല്ലാം. ഇതുപോലുള്ള കൊലപാതകങ്ങളെല്ലാം അവസാനിക്കും. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് രണ്ട് വഴിക്ക് പോയി ജീവിച്ചോളൂ. ഇത് ചടങ്ങിന് കെട്ടിയവനായി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു കെട്ടിയവനും വേണം, കൂടെ കിടക്കാൻ നിരവധി കെട്ടിയവന്മാരും വേണം. അതുപോലെ പണമായാലും സ്വത്തായാലും മറ്റു കാര്യങ്ങൾ എന്തായാലും ഇഷ്ടത്തിന് ധാർഷ്ട്യത്തോടെ ധൂർത്തടിക്കാൻ വേണ്ടിയുള്ള മുതലും കാര്യങ്ങളും എല്ലാം വേണം. അതെല്ലാം ഈ കെട്ടിയവൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണം. എന്ന നിലയിൽ അർമാദിച്ച് നടക്കുന്ന അവളുമാരുണ്ടല്ലോ, അവളുമാർക്കെല്ലാം ഈ ഗതി തന്നെയാണ് നല്ലത്.
ഇവളുമാരുടെയൊക്കെ അടിമയായിട്ട് ഈ പീഡന വീരനായിട്ട് അറിയപ്പെട്ടിട്ട് നിയമത്തിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു മറുവശത്തൂടെ ഗതികെട്ട് എവിടെങ്കിലും ചെന്ന് നരയിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സായിട്ട് അതിനെ അങ്ങ് ഇല്ലാതാക്കിയിട്ട് ആ പ്രശ്നം അങ്ങ് അവസാനിപ്പിച്ചിട്ട് നേരെ ജയിലിലേക്ക് പോകുന്നതാണ് എന്ന് തീരുമാനിച്ചാൽ ഈ യുവാക്കളെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റൂല. ഈ കൊലപാതകത്തെ ഞാൻ ന്യായീകരിക്കുന്നില്ല. ഒരാൾക്കും ഒരാളെ കൊല്ലാൻ അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെ ഞാൻ. പക്ഷെ ഗതികെട്ട് അവർ എന്ത് ചെയ്യണമായിരുന്നു? അതിന് വ്യക്തമായി മറുപടി കൊടുക്കാൻ കഴിയണം. അതിന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയോ എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. വ്യക്തമായ വിവരങ്ങൾ, ഇപ്പോൾ അങ്ങും ഇങ്ങും തൊടാത്ത കുറച്ച് വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ. വ്യക്തമായ വിവരങ്ങളുമായിട്ട് വീണ്ടും വരാം. Different angles. Don't forget to subscribe and support this channel.